ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു കുട്ടി വ്ളോഗാണ് ചെയ്യുന്നത്. വീട്ടിൽ ഗസ്റ്റ് വരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡ് ഐറ്റംസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ എല്ലാ റെസിപ്പീസും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. എന്നാലും ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. എല്ലാം കൂടി കാണിച്ചാൽ വീഡിയോ നല്ല ലെങ്തി ആയി പോവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. എഗ് കബാബാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. പിന്നെ വീട്ടിൽ സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ സ്നാക്കാണ് എപ്പോഴും തയ്യാറാക്കാറ്. ഇപ്പം നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അതിലേക്ക് വേണ്ടിയ ഫില്ലിംഗ് ആണ്. പിന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഗ് കബാബിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മസാല തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് എഗ്ഗ് വേണം. ഇത് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. അതിലെ മഞ്ഞ ഭാഗം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അത് മസാലയിലേക്ക് ചേർക്കണം. എന്നിട്ടാണ് നമ്മൾ എഗ് കബാബ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഗ് യോഗമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്നാക്കൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും അവർ. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണിത്. പിന്നെ ഇത് മാത്രമല്ല, മുട്ടയും ബ്രെഡും ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അവരൊക്കെ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഈ സ്നാക്കൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി ആവും അവർ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും വൈകിട്ട് കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ സ്പെഷ്യലായിട്ടൊക്കെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഹാപ്പി ആയിരിക്കും. പിന്നെ അവർ നല്ല വിശന്നിട്ടാവും വരിക. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ കാണുമ്പോൾ എന്തായാലും അവർ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുട്ടയും പഴവും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ റെസിപ്പി നല്ല സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാം വേറെ. അപ്പോൾ ഈ ടൈമിലായിരുന്നു ഞാൻ ഈ അടുത്തിട്ട പുഡിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് കാണുന്ന തിരക്കിലായിരുന്നു ഉമ്മ. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു 1/2 കപ്പോളം പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിനി മാറ്റി വെക്കാം. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഉമ്മയാണ്. ഉമ്മാൻ്റെ ചിക്കൻ കറി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പൊറോട്ടേൻ്റെയും പത്തിരിയുടെയും ഈവൻ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല കോമ്പിനേഷനാണ് ഈ തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി. അപ്പോൾ ചിക്കൻ കറി സ്പെഷ്യലിസ്റ്റ് ഉമ്മ ആയതുകൊണ്ട് ഉമ്മയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ജീരകം അതായത് ഫെനൽ സീഡ്സ്,
പൊടിച്ചതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉമ്മ ആദ്യം ഒരു പൊടി ചേർക്കും, മിക്സ് ചെയ്യും, പിന്നെ അടുത്ത പൊടി ചേർക്കും, മിക്സ് ചെയ്യും. അങ്ങനെയാണ് ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കുക. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനായിട്ട് ഇവിടെ കൂടുതലും കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യാറ്. പച്ചമുളകും കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് എരിവ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറ്. മുളക് പൊടി ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു റോ സ്മെല്ല് പോണ വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർക്കണം. അപ്പോൾ മസാലകളൊക്കെ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത്. 2ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കറി നല്ല കൊഴുപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വരും ചെയ്യും. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കറി നല്ല ഒരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മല്ലിയില ഒന്നും ചേർക്കുന്നില്ല. നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ ചിക്കൻ കറി വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ തേങ്ങാപ്പാലിൻ്റെ വെള്ളവും പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതി ഇത് വേവാനായിട്ട്. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഒരല്പം ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തേങ്ങയുടെ 1ാം പാല് ചേർത്തതിന് ശേഷം ഇങ്ങനെ തിളച്ച് പോകാനൊന്നും പാടില്ല. ഫ്ലെയിം നല്ല സിമ്മിലാക്കി കൊടുക്കുക. അധികം ഒന്നും ഇങ്ങനെ തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി. തേങ്ങയുടെ 1ാം പാല് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി താളിക്കണം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, സൺഫ്ലവർ ഓയിൽ എടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ലൈറ്റ് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്നാക്ക് തയ്യാറാക്കാനായി തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇങ്ങനെ ബനാന നമ്മുടെ നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഓംലെറ്റിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാ ബനാന ഓംലെറ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നാൽ അവർ യൂണിഫോമൊക്കെ മാറ്റുന്ന ആ ടൈം, അത്രയും ടൈം വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ചില്ലി ചിക്കനാണ്. ഇതും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ ടൈം 4:30 ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ അവരൊക്കെ വീട്ടിൽ വന്നു. അവർക്ക് സ്നാക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേന് എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കാനായിരുന്നു പ്ലാന്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനി ഒരു ഡെസേർട്ട് കൂടി തയ്യാറാക്കാനായിട്ടുണ്ട്. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രം എലൈറ്റിൻ്റെ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കേക്ക് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ കേക്ക് ഈ പാക്കിങ്ങിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ബോക്സ് ഞാൻ എടുത്തു വെച്ചു. ഇതുപോലെ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് എടുത്തു വെച്ചത്. അപ്പോൾ അതെന്തായാലും യൂസ്ഫുള്ളായി. ഇതുപോലെ വീട്ടിലൊരു എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ, എസ്പെഷ്യലി പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാത്രമാണിത്. സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പുഡിംഗ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ വെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഷുഗർ സിറപ്പ് 1 കപ്പ് പാലും 3/4 കപ്പ് പഞ്ചസാരയും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും എസൻസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ബട്ടർ സ്കോച്ചിൻ്റെന് പകരം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് വെച്ചിട്ട് ചെയ്താൽ മതി. എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഏതെങ്കിലും ഫ്ലേവർ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പുഡിങ്ങും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് ഇനി ഇത് പുറത്തെടുക്കുള്ളൂ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ വെഡ്ഡിങ് ആൽബം ഇരുന്ന് കാണിയിരുന്നു അവരൊക്കെ. അപ്പോൾ ടി വിയൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ടൈം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈഡ് റൈസും പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയും. ചിക്കൻ കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചിക്കൻ കറി എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇനിയും ഇതുപോലെ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ID Malabar തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് നിങ്ങൾ അയച്ചു തരുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.